ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഹെൽത്തി ഷേക്കാണ്. അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അവക്കാഡോ വെച്ചാണ് നമ്മൾ ഷേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്താലോ. അപ്പോൾ 2 അവക്കാഡോ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം വെച്ചാട്ടോ ഉണ്ടാക്കുന്നത്. പച്ച എടുത്താൽ കയ്പ്പ് കാണും ഷേക്കിന്. അതുകൊണ്ട് പഴുത്ത അവക്കാഡോ തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഒരു അവക്കാഡോ നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അകത്ത് ഇരിക്കുന്ന സീഡ് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അതുകൊണ്ട് അതിൽ തട്ടാതെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമേ. ഇതുപോലെ കട്ട് ചെയ്ത ശേഷം നമുക്ക് 2 ഭാഗത്തേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം ആ സീഡൊന്ന് എടുത്ത് കളയണം. ആ സീഡ് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട കേട്ടോ. അത് മാറ്റിയ ശേഷം നമുക്കതിൻ്റെ പൾപ്പ് മാത്രം മതി. അപ്പോൾ ഒരു സ്പൂൺ എടുത്ത് നമുക്ക് അതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ഇളക്കിയെടുക്കുമ്പം നമ്മൾ ആദ്യം ഇളക്കി മാറ്റിയ ശേഷം ലാസ്റ്റ് ഈ ശകല അടിയിലിരിക്കുമല്ലോ, അത് ഇളക്കിയെടുക്കുമ്പോൾ തൊലി ചേർന്ന് വരാതെ ഇളക്കിയെടുക്കണം. തൊലി വന്നാൽ കയ്പ്പ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ദാണ്ട് ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. കത്തിയൊന്നും വേണ്ട, ഇതുപോലെ സ്പൂൺ കൊണ്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതിയേ. ഇതുപോലെ റൗണ്ടായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്കിതിങ്ങനെ കൈ കിട്ടുവേ. അതിനുശേഷം തൊലി എടുക്കാതെ തൊലി ചേർന്ന് വരാതെ നമുക്ക് ബാക്കി അകത്തിരിക്കുന്നതും കൂടെ ഇളക്കിയെടുക്കാമേ. ഇളക്കിയെടുത്ത ശേഷം നമുക്ക് ഇതുപോലെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം മതി കേട്ടോ നമുക്ക് ഷേക്ക് അടിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്കിതുപോലെ ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്ത ശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. തൊലി വരാതെ തന്നെ ഇളക്കിയെടുക്കണം കേട്ടോ. തൊലി വന്നാൽ കയ്പ്പ് വരുവേ. അതുപോലെ തന്നെ ഇത് പഴുത്തതല്ല എന്നുണ്ടെങ്കിലും അതിനും കയ്പ്പ് കാണും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാരയും തേനും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം മധുരം വേണമല്ലോ ഷേക്ക് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്തോരം മധുരം വേണം അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനിയും തേനില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ തേനും കൂടെ ചേർക്കുന്നുണ്ട്. തേനും കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പാലാണ്. അപ്പോൾ ഞാൻ പാല് കട്ടയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പൊട്ടിച്ചിട്ട് കൊടുത്ത ശേഷം ഇതുപോലെ സ്പൂണും കൊണ്ടൊന്ന് തട്ടിയിട്ട് കൊടുക്കണേ. തട്ടിയിട്ട് കൊടുത്ത ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാമേ. അപ്പോൾ ഇതെല്ലാം ചേർത്തുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് പഴം ചേർക്കാം, അതുപോലെ ഏലക്ക ചേർക്കാം, എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ അതാണ്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി അവക്കാഡോ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു 3 ഗ്ലാസ് ഷേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇത് ആ ഒരു അവക്കാഡോയും 1/2 ലിറ്റർ പാലും വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയത്. 3 ഗ്ലാസ് കിട്ടും ഇതുപോലെ. അപ്പം നമുക്കിതുപോലെ 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ അത് 3 ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഞാൻ കാണിക്കുമ്പോൾ 2 ഗ്ലാസ്സാണ് കാണിക്കുന്നത്. അപ്പം ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് ചേർത്തുകൊണ്ട് ഐസ്ക്രീമാണ്. അതൊക്കെ ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ അതൊക്കെ ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഐസ്ക്രീം നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. തേനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഒരു ചെറിയും കൂടെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ അവക്കാഡോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലെ അവക്കാഡോ കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തേനും ഒഴിച്ചു. തേനൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാണ്, കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇതൊന്നും ഇല്ലയെന്ന് കരുതി അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ചെറിയും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അതാണ് നമ്മൾ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഓക്കെ, ബൈ, താങ്ക്